ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ പാർട്ട് 2 വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പ്രഷർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷർ ആൻഡ് പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, എന്താണ് പ്രഷർ? ഇറ്റ് ഈസ് എ നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് പെർ യൂണിറ്റ് ഏരിയ. നമ്മൾ യൂഷ്വലി പറയാറുള്ള ഇക്വേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അത് തന്നെയാണ് നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ പ്രഷർ എഴുതാം, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അതിന് യൂണിറ്റ് എങ്ങനെ പറയും? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിന്റെ യൂണിറ്റ്, അല്ലെങ്കിൽ അതിനാണ് പാസ്കൽ എന്ന് പറയും. ഓക്കെ, ഇനി പറയുന്ന വേറെ രണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ബാറും അറ്റ്മോസ്ഫിയർ ATM ആണ്. അപ്പോ 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കൽ ആണ്. അത് ഓർത്തിരിക്കുക, 1 ബാർ ഈസ് 10⁵ പാസ്കൽ. അടുത്തത് 1 ATM എന്ന് പറയുന്നത് 101.325 കിലോ പാസ്കൽ ആണ്. 101.325 കിലോ പാസ്കൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം 1.01325 ബാർസ്. 1 ATM ഈസ് 1.01325 ബാർസ് എന്നും പറയാം. ഓക്കെ, ഇനി ഈ ഒരു ഫിഗർ നോക്കിയേ. ഒരു ബീക്കറിന്റെ അകത്ത് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്ലൂയിഡ്, ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അതൊരു ഈ പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാണണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇക്വേഷൻ പറയുന്നത് P is equal to ρgh ആണ്. P is equal to ρgh. അതിലെ റോ എന്ന് പറയുന്നത് ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. വാട്ടർ ആണെങ്കിൽ വാട്ടർ ഡെൻസിറ്റി ആണ് റോ എന്ന് പറയുന്നത്. G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീ സർഫസിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള ഡെപ്ത് ആണ് H എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് കോളത്തിന്റെ ഹൈറ്റ് ആണ് നമ്മൾ H എന്ന് പറയുക. അപ്പോ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് P is equal to ρgh. അതും ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ ഓർ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ആൾ ഡയറക്ഷൻ. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡില് ഏതൊരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഇന്റൻസിറ്റി അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ഇന്റൻസിറ്റി ഇൻ എക്സ് ഡയറക്ഷനും പ്രഷർ ഇന്റൻസിറ്റി ഇൻ വൈ ഡയറക്ഷനും പ്രഷർ ഇന്റൻസിറ്റി ഇൻ ഇസഡ് ഡയറക്ഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് പാസ്കൽസ് ലോ പറയുന്നത്. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക. അടുത്തത് ടൈപ്സ് ഓഫ് പ്രഷേഴ്സ് ആണ്. ആദ്യത്തത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ എന്താ അറ്റ്മോസ്ഫിയർ പ്രഷർ? ദ അറ്റ്മോസ്ഫിയറിക് എയർ എക്സേർട്സ് എ നോർമൽ പ്രഷർ അപ്പോൺ ഓൾ സർഫസ് വിത്തിൻ വിച്ച് ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട്. അറ്റ്മോസ്ഫിയറിക് എയർ കോണ്ടാക്റ്റുമായിട്ടിരിക്കുന്ന ഏതൊരു സർഫസിലേക്കും ഒരു നോർമൽ പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അത് മെഷർ ചെയ്യുന്നത് ബാരോമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇനി അടുത്തത് അബ്സലൂട്ട് പ്രഷറാണ്. അതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന പ്രഷറിനെയാണ്. പ്രഷർ ഡെവലപ്പ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സ്, ഇതാണ് അബ്സലൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പറയാം? ദ ആക്ച്വൽ പ്രഷർ അറ്റ് എ ഗിവൺ പോയിന്റ് എന്ന് പറയാറുണ്ട്. അബ്സലൂട്ട് പ്രഷറിനെ ദ ആക്ച്വൽ പ്രഷർ അറ്റ് എ ഗിവൺ പോയിന്റ് എന്ന് പറയാറുണ്ട്. ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്, വാല്യൂ നെഗറ്റീവ് ആവാറില്ല. അടുത്തത് ഗേജ് പ്രഷറാണ്. ഇറ്റ് ഈസ് ദ പ്രഷർ മെഷേർഡ് എബോവ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മുകളിലേക്ക് മെഷർ ചെയ്യുന്നതിനെയാണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്. ഇൻ വിച്ച് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ടേക്കൺ ആസ് ഡാറ്റ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും നമ്മൾ ഡാറ്റ ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. ആ ഒരു കേസിൽ ആ ഒരു സ്കെയിലില് അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ഓൺ ദ സ്കെയിൽ ഈസ് മാർക്ഡ് ആസ് 0. അടുത്തത് വാക്വം പ്രഷറാണ്.
വാക്വം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രഷർ മെഷേർഡ് ബിലോ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷറിന് താഴേക്ക് മെഷർ ചെയ്യുന്നതാണ് വാക്വം പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് അത് നോക്കാം എന്താന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ ഏറ്റവും താഴെ കാണുന്ന അബ്സല്യൂട്ട് സീറോ പ്രഷർ, അവിടെ പ്രഷർ എന്തായിരിക്കും? സീറോ ആയിരിക്കും. പെർഫെക്റ്റ് വാക്വം ആയിരിക്കും ഈ ഒരു ലൈനിൽ, ഈ ഒരു പോയിന്റിൽ. അവിടുന്ന് ഇത് നോക്കിയേ, ഈ ഇത് കാണുന്നത് ബാരോമെട്രിക് പ്രഷറാണ്. ഈ ബാരോമെട്രിക് പ്രഷർ എന്ത് തന്നെയാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. അപ്പോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ മുകളിലേക്ക് മെഷർ ചെയ്യുന്നതാണ് ഗേജ് പ്രഷർ. അബ്സല്യൂട്ട് അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ മുകളിലേക്ക് മെഷർ ചെയ്യുന്നതാണ് നമ്മുടെ ഗേജ് പ്രഷർ. താഴേക്ക് മെഷർ ചെയ്യുന്നത് വാക്വം പ്രഷർ, അത് നെഗറ്റീവ് ആയിരിക്കും. വാക്വം പ്രഷർ താഴേക്കാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അബ്സല്യൂട്ട് സീറോ പ്രഷർ തന്നെ ഡാറ്റമായിട്ട് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ മെഷർ ചെയ്യുന്നതിന് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയും. അതുപോലെ അബ്സല്യൂട്ട് പ്രഷർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ പ്രഷർ ഡാറ്റമായി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇവിടം വരെ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് തന്നെ പറയും? അബ്സല്യൂട്ട് പ്രഷർ എന്നാ പറയുക. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡാറ്റമായിട്ട് മെഷർ ചെയ്യുന്നത് ഗേജ് പ്രഷറും വാക്വം പ്രഷറുമാണ്. അബ്സല്യൂട്ട് സീറോ പ്രഷർ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡാറ്റമായി വെച്ചുകൊണ്ട് മെഷർ ചെയ്യുന്നതെല്ലാം അബ്സല്യൂട്ട് പ്രഷേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു റിലേഷൻ നോക്കാം. അബ്സല്യൂട്ട് പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. പി അബ്സല്യൂട്ട് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയർ പ്ലസ് പി ഗേജ്. അതുപോലെ വാക്വം പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ. അടുത്തത് മെഷർമെന്റ് ഓഫ് ഫ്ലൂയിഡ് പ്രഷർ ആണ്. അപ്പോൾ അതില് മാനോമീറ്റർ. മാനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസിങ് ദ കോളം ഓഫ് ഫ്ലൂയിഡ് ബൈ സെയിം ഓർ അതർ കോളം ഓഫ് ലിക്വിഡ്. ഒരു പർട്ടിക്കുലർ കോളത്തില് എന്താണ് ഫ്ലൂയിഡിനെ ബാലൻസ് ചെയ്യുന്നു വിത്ത് സെയിം അല്ലെങ്കിൽ അതർ കോളം ഓഫ് ലിക്വിഡ് വെച്ച് ബാലൻസ് ചെയ്യുന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് മാനോമീറ്ററിൽ പ്രഷർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ടൈപ്സ് എന്ന് പറയുന്നത് ആദ്യത്തത് സിമ്പിൾ മാനോമീറ്റർ ആണ്, അടുത്തത് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അപ്പൊ നമുക്ക് സിമ്പിൾ മാനോമീറ്റർ നോക്കാം. സിമ്പിൾ മാനോമീറ്റർ, അതില് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് having one end is connected to a point where the pressure is to be measured and other end is open to atmosphere. സിമ്പിൾ മാനോമീറ്ററിനകത്തൊരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും. ആ ഗ്ലാസ് ട്യൂബിന്റെ ഒരു എൻഡ് നമ്മൾ ഏതൊരു പർട്ടിക്കുലർ പോയിന്റിന്റെ അവിടുത്തെ പ്രഷർ ആണോ, അപ്പൊ ഏതെങ്കിലും ഒരു പൈപ്പിന്റെ പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ ആണ് കാണാനുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കണക്ട് ചെയ്യും. അതർ എൻഡ് ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ മാനോമീറ്ററിൽ ചെയ്യുക. അതൊരു ടൈപ്പാണ് പീസോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗറിൽ നമ്മൾ കാണുന്ന ഒരു പൈപ്പിന്റെ ഒരു പർട്ടിക്കുലർ ഒരു പൈപ്പ് ഫ്ലൂയിഡ് പോകുന്ന ഒരു പൈപ്പാണ്. ആ പൈപ്പിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എ എന്നുള്ള പർട്ടിക്കുലർ പോയിന്റ് പ്രഷർ കാണണം. നമ്മൾ പീസോമീറ്റർ കണക്ട് ചെയ്തു. പീസോമീറ്ററിന്റെ ഒരു എൻഡ് ഈ പൈപ്പിന്റെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അതർ എൻഡ് ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. അത് തന്നെയാണ് പീസോമീറ്ററിലും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ദ ഹൈറ്റ് അപ് ടു വിച്ച് ദ ലിക്വിഡ് റൈസ് ഇൻ ദ ട്യൂബ് ഈസ് കോൾഡ് പ്രഷർ ഹെഡ്. ഈ ഒരു ഹൈറ്റ് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയാറുണ്ട്. ദ ഹൈറ്റ് അപ് ടു വിച്ച് ദ ലിക്വിഡ് റൈസ് ഇൻ ദ ട്യൂബ് ഈസ് കോൾഡ് പ്രഷർ ഹെഡ് എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് പ്രഷർ അറ്റ് പോയിന്റ് എ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റോ ജി എച്ച് ആണ്. പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. ഓക്കെ, ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പീസോമീറ്റർ ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് ഹൈ പ്രഷർ ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്രഷർ ഓഫ് എയർ ഓർ ഗ്യാസ്. പ്രഷർ ഓഫ് എയർ ഓർ ഗ്യാസ് അല്ലെങ്കിൽ ഹൈ പ്രഷർ ഓഫ് ഫ്ലൂയിഡ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പീസോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അടുത്തത് യൂട്യൂബ് മാനോമീറ്റർ ആണ്. ഇപ്പോ യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു യു ഷേപ്പ് ബെൻഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ടാകും. അതിൽ വൺ എൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ പോയിന്റ് വെർ വി ഹാവ് ടു ഫൈൻഡ് പ്രഷർ, അതർ എൻഡ് ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. ഇതൊരു യൂട്യൂബ് ഷേപ്പ് ബെൻഡ് ആയിരിക്കും. അതിൽ ഒരു എൻഡ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ പ്രഷർ കാണാനുള്ളത് അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതർ എൻഡ് ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇതിനകത്ത് ഇതൊരു പൈപ്പിന്റെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ ആണ് കാണാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മാനോമെട്രിക് ഫ്ലൂയിഡ് യൂഷ്വലി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. ഓക്കെ, അപ്പോ ഇത് ഹൈ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം യൂട്യൂബ് മാനോമീറ്റേഴ്സ്.
അപ്പോൾ പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രഷർ അറ്റ് എ പ്ലസ് റോ 1GH1 ഈസ് ഈക്വൽ ടു റോ 2GH2 ആണ്. അടുത്തത് സിംഗിൾ കോളം മാനോമീറ്റർ. ഇപ്പൊ ഈ ഫിഗറിൽ കാണുന്ന നമ്മൾ സിംഗിൾ കോളം മാനോമീറ്റർ, അതിൻ്റെ അകത്തൊരു ബൾജ്ഡ് പോർഷൻ, ഒരു റിസർവോയർ, ഒരു ടാങ്ക് ഉണ്ടാവും, ഒരു ഷാലോ റിസർവോയർ ഉണ്ടാകും സിംഗിൾ കോളം മാനോമീറ്ററിൽ. അപ്പോൾ കൺസിസ്റ്റ് ഓഫ് എ ഷാലോ റിസർവോയർ ഹാവിംഗ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ ഷാലോ റിസർവോയറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ട്യൂബിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയെക്കാളും 100 ടൈംസ് കൂടുതലായിരിക്കും. അത് ഓർത്തിരിക്കുക, അത് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ സിംഗിൾ കോളം മാനോമീറ്റർ ഈസ് ലെസ് ആക്യുറേറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് കാണാനാണ്. ഒരു പൈപ്പിൽ തന്നെ പർട്ടിക്കുലർ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ 2 ഡിഫറെന്റ് പൈപ്പുകൾ തമ്മിലുള്ള ഫ്ലൂയിഡിന്റെ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിരിക്കും നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുക. ഈ ഡിഫറൻഷ്യൽ മാനോമീറ്ററിന്റെ അകത്തൊരു ട്യൂബ് ഉണ്ടാവും, അതിന്റെ അകത്ത് മാനോമെട്രിക് ഫ്ലൂയിഡ് ഉണ്ടാവും. അതിന്റെ 2 എൻഡുകൾ ഏതൊക്കെ 2 പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ 2 പൈപ്പുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യാനുള്ളത്, അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഇതിന്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പൈപ്പും 2 ഡിഫറെന്റ് ലെവലിലായിരിക്കും. 2 ഡിഫറെന്റ് ലെവലിലായിരിക്കും ഈ പൈപ്പ് ഉണ്ടാവുക, ഈ പർട്ടിക്കുലർ ഫിഗറിലുള്ളത്. ഓക്കെ, അല്ലാണ്ട് സെയിം ലെവലിൽ വരുന്ന കണ്ടീഷനും വരാം. 2 പൈപ്പുകളും സെയിം ലെവലിൽ വരുന്ന കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അപ്പോ ഡിഫറെന്റ് ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പ്രഷർ അറ്റ് എ അല്ലെങ്കിൽ പ്രഷർ അറ്റ് ബി തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കുക. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഇൻവേർട്ടഡ് യൂട്യൂബ് ആണ്. ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ആണ്. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ. അപ്പോൾ 2 പൈപ്പുകൾ തമ്മിലുള്ള പ്രഷർ, ഇപ്പൊ PA അല്ലെങ്കിൽ PB തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ഉപയോഗിക്കാം. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ഇതാണ്. ആ ഒരു പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിൽ യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഈ റോ എം എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് മാനോമെട്രിക് ലിക്വിഡ് ആണ്. നമ്മൾ അല്ലെങ്കിൽ അവിടെ എയർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു എയർ കോക്ക് മോൾ സെറ്റ് ചെയ്യാറുണ്ട്. ഒരു എയർ വേരിയേഷൻ ഫ്ലൂയിഡിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു എയർ കോക്ക് മോൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത്. താങ്ക് യു.